നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പായസമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല പായസമാണിത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 250 ഗ്രാം ചെറുപയർ ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ്. നമുക്ക് ഇനി ഈ പയറൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. പയർ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് കുക്കറൊന്ന് മൂടാം. അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയ പയറാണെങ്കിൽ ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ നമുക്ക് ഈ പയർ വെന്ത് കിട്ടും. അപ്പം നമുക്ക് ഒരൊറ്റ വിസിൽ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റീം പോകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചെറുപയർ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/2 കിലോ ശർക്കര 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് മെൽറ്റാക്കി എടുത്തതാണ്. നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചെറുപയറും ശർക്കരയും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള നട്ട്സും കോക്കനട്ട് പീസസും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസ്, കാഷ്യൂനട്ട്, കോക്കനട്ട് പീസസ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. ഇത് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കാഷ്യൂനട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസും നമുക്ക് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് പീസസും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കോക്കനട്ട് പീസസ് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെയ്യും കോക്കനട്ട് പീസസും പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 6 ഏലക്ക പൊടിച്ചെടുത്തതാണ്. ഈ പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചെറുപയർ പായസമാണ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ചെറുപയർ കഴിക്കാൻ എത്ര മടിയുള്ള കുട്ടികളാണെങ്കിലും ഈ രീതിയിലൊന്ന് പായസം ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർ തീർച്ചയായിട്ടും കഴിക്കും. കാരണം ചെറുപയർ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും.
നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 പാലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇനി തിളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അവൽ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പം നിങ്ങളെല്ലാവരും ഈയൊരു പായസവും കൂടി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് നല്ല ഹെൽത്തും കിട്ടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.